ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കാശിക്കുട്ടിനെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്പിനീക്കലൊക്കെ കഴിഞ്ഞാണ്ടേ ഞാൻ തിന്നാൻ കൊടുക്കണം. എൻ്റെ ഫസ്റ്റത്തെ കാര്യം അതാ കേട്ടോ. ഓൻ്റെ കാര്യങ്ങളൊക്കെ കാരണം എൻ്റെ കൂടെ എണീക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൻ ആദ്യം തിന്നാൻ കൊടുക്കുക, ഓനൊരു ഭാഗത്തേക്ക് കളിക്കാൻ വിടുക, അല്ലെങ്കിൽ അവിടെ കിടത്തുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ സമയം. എന്താ പറയുക, എൻ്റെ റുട്ടീൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കണ്ടു രാവിലെ തന്നെ ഞാൻ കുട്ടിക്ക് തിന്നാൻ കായപ്പൊടിയാണ്. കായപ്പൊടി എന്ത് വീറ്റ് ആപ്പിളാണ് ഫ്ലേവർ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊടി. പക്ഷെ ഇപ്പം എന്താ പറയുക, ഈ ഇതായിട്ടേ അവന് എന്താ അറിയില്ല, ഭയങ്കര ഛർദിയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴും പറഞ്ഞേ, ആദ്യം ഈ കുറുക്ക്, പിന്നെ ഉച്ചയാകുമ്പോൾ കഞ്ഞി, അങ്ങനെ പിന്നെ അങ്ങനെ ഈ സാധനം തന്നെ ഈ അമൃതപ്പൊടിയൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം എൻ്റെ റൊട്ടീനാകെ തെറ്റിപ്പോയി. കാരണം ഈ കുട്ടിക്ക് അമൃതപ്പൊടി ഒന്നാമത്തെ പരിപ്പിപ്പുണ്ട്, അതുകൊണ്ട് അത് കഴിയുന്നില്ല. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടോന്ന് കാര്യം ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയില്ലാണ്ട് പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരോചകമായി തോന്നുന്നതിനോട് സോറി. പിന്നെ ഈ കായപ്പൊടി വന്നിട്ട് ഭയങ്കര ഛർദി, കുട്ടിക്ക് മടുത്തിട്ടാണോ എന്തൊന്നും അറിയില്ല. അപ്പം ഞാനിപ്പോൾ അത് ടൈം കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ടൈം കൂട്ടിയിരിക്കണം. അതായത് 2 സ്പൂണൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നേരം കൊടുക്കും. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ ഒരു 4-5-6 തവണയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഛർദി കഴിക്കും. ഇതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഓനൊന്ന് കൂളാക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുക 5 മിനിറ്റ്. കുട്ടിക്ക് ഇങ്ങനെ മൊബൈലിൽ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുമല്ല എല്ലാ മക്കൾക്കും അതല്ലേ, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിയാകുമ്പോൾ നമ്മളെ കാര്യം സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ ഞാനിങ്ങനെ എന്നെ ഉമ്മ പോലെ അത്ഭുതത്തോടെ നോക്കാട്ടോ അവൻ്റെ പ്രതിച്ഛായ. ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പാടുന്നൊക്കെ അറിയില്ല. അപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളേക്ക് എത്തി. ഞാൻ ചായക്കടിയും ഉപ്പുമാവ് ഉണ്ടാക്കണം. ഇന്നലെ ഞാൻ ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവും പാർട്സൊക്കെ എന്താ പറയുക, ഫേവറേറ്റ് കാര്യങ്ങളുണ്ടാവും. അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനങ്ങൾ കേട്ടോ. അതൊക്കെ ഉപ്പുമാവിക്ക് പാർട്സോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്തായാലും ഭയങ്കര ടേസ്റ്റ്. ഇനി ഒന്നും വേണ്ട, സാമ്പാറായാലും സാമ്പാറും അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇന്നെന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചിയൊക്കെ വേണമെന്ന്. ഇഞ്ചിയുടെ കാര്യമൊക്കെ പറ്റാൻ മറന്നുപോയി. എനിക്ക് വീഡിയോയും അതേപോലെ തന്നെ എൻ്റെ പണികളും അതേപോലെ അപ്പം തന്നെ അപ്പുറത്ത് കാശിക്കൂട്ടിരിക്കുന്ന ഓനും കൂടി നോക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സകല കാര്യങ്ങളും ഞാൻ മറന്നു പോകണം. അപ്പോൾ ഇഞ്ചി നിർത്തിട്ടില്ല കേട്ടോ. സാരല്ലേ, നമുക്കല്ലല്ലേ, വീട്ടിലല്ലേ, അത് സാരല്ല. അതേപോലെ തന്നെ പരിപ്പില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉഴുന്നൊക്കെ ചേർത്ത്, എനിക്ക് ആ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പരിപ്പും ഉഴുന്നും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തുള്ള എന്താ വെച്ചാൽ കുറച്ച് ഹെൽത്തി ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ പൊതുവേ അങ്ങനെ വീടുകളിൽ രാവിലെ ഉണ്ടാക്കലുണ്ടൊക്കെ അറിയില്ല കേട്ടോ. ഇതെൻ്റെ വീട്ടിലുണ്ടാക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും ഞാനൊക്കെ ഇഷ്ടം. പക്ഷേ ജിത്തുവിൻ്റെ വീട്ടിൽ ഈ രാവിലെ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ പോലെയാണ്. അവർക്ക് ഈ വൈകുന്നേര കടികളത്തെ ഒരു കടിയാണ് ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് അപ്പോൾ അവർക്കൊക്കെ വേണ്ടാണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മീനും കൂട്ടി വെക്കും. ഞങ്ങൾക്കാണ് ഉപ്പുമാവുള്ളത്. എനിക്ക് ഉപ്പുമാവൊക്കെ നമുക്ക് ഇതുപോലും കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ. ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ശരിക്കും അല്ലെങ്കിൽ ഉപ്പുമാവിന് എന്തൊരു കുറവ്. ഞാൻ എപ്പോഴല്ലേ എൻ്റെ ഇവിടെ രാവിലെ ഉപ്പുമാവ് പറ്റൂല, വയറിന് പറ്റൂല, കാരണം വയറ് കാളിച്ചാന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യും ഈ ഉപ്പുമാവിന് കുറവില്ലേ. ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കണത് അവൾ നല്ല വെട്ടിയൊന്നും വീഴുന്നവരുണ്ട്. പിന്നെ പന്ത്രണ്ട് വീട്ടിലുണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് ഞാൻ തിന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഉപ്പുമാവ് രാവിലെ ആയാലും ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ ഞാൻ തിന്നും. അതേപോലെ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ എന്തോ ഒരു കാര്യം കൂടി പറയണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. ഞാനെന്താ പറയുക, വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഓർത്താലും പിന്നെ ഈ വോയിസ് എടുക്കുന്ന സമയത്ത് ഞാനത് മറന്നു. ഞാനിങ്ങനെ ഈ സമയത്തൊക്കെ ഇത് പറയണം അത് പറയണമൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. എനിക്കത് ഓർമ്മയില്ല. എന്തായാലും ഒന്നാമത് നമ്മൾ എടുക്കുന്ന വീഡിയോ അന്നന്ന് അപ്ലോഡ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. കാരണം ഈ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് നേരം ഉണ്ടാവില്ല. അത് എഡിറ്റിങ് വേറെ ദിവസം, അത് കഴിഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കുറച്ച് ഉഴുന്ന് ഇട്ടു, അതേപോലെ തന്നെ ക്യാരറ്റും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചില്ലേ, അതൊക്കെ ഇത്രയും മുന്നേ റവ വറുത്തിയത് കേട്ടോ. അന്ന് വീഡിയോ എടുത്തിട്ടാണ്. കാരണം എന്താ അറിയോ, അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഓരോ പണിയിലായിരുന്നു. ഇനിയിപ്പോൾ അവരൊക്കെ എടുത്തുണ്ടായിരുന്ന ഓരോ ചിലപ്പോൾ ഇഷ്ടമില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മൂഡ് ഓഫായി, വേറെന്തൊരു വിഷയം വന്നപ്പോൾ. അപ്പോൾ ഞാനെനിക്ക് വീഡിയോ ഒക്കെ നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ വീഡിയോ എടുക്കണ ഫോട്ടോ സമയത്ത് നമ്മൾ കുറച്ചെങ്കിലും ഹാപ്പി ആയിരിക്കണം. മൂഡ് ഓണായിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊരു ഇഷ്യൂവിൽ പെട്ടുപോയിട്ടോ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ
അതൊക്കെ ഒന്ന് റിക്കവറി വന്നപ്പോഴേക്ക് സമയത്തായി. ഉപ്പുമാവ് റെഡിയായി എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് വെച്ച് ഇറക്കി വെച്ച ഉപ്പുമാവ് റെഡിയാണ്. എന്തായാലും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കിട്ടുന്നു കേട്ടോ. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ലല്ലേ. വെള്ള ഉപ്പുമാവ് രസമാണ്, മഞ്ഞ ഉപ്പുമാവ് രസമാണ്. ഏത് ഉപ്പുമാവായാലും നമ്മൾ തിന്നും. അതേപോലെ തന്നെ എന്തപ്പോൾ മറന്നു പോവാണ്. സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പ് കേട്ടോ, സോറി, നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എനിക്ക് നല്ല ഇഷ്ടമാണ്. സോറി. അപ്പോൾ ഈ ചട്ടി വെച്ച് എന്തിനാ അറിയോ, ഞാൻ ഈ ക്യാരറ്റ് സവോളൊക്കെ ചേർത്തില്ലേ, സവോളൊക്കെ ഇട്ടുണ്ടോ എന്നൊക്കെ പറയാൻ മറന്ന. അപ്പോൾ ദീപുവിനൊന്നും പറ്റൂല, അവർക്ക് അങ്ങനത്തെ പച്ചക്കറി കാര്യങ്ങളൊന്നും വേണ്ട, കടുക് പോലും വേണ്ട. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേഗം കുറച്ചും ഉണ്ടാക്കിയാൽ ഒന്നിടാതെ. അപ്പോൾ പിന്നെ ഇതാക്കണം. അപ്പോഴേക്കും സാറിന് ശ്രീകുട്ടിയൊക്കെ എണീച്ച് വന്നു. ഞോര വല്ലതേപ്പും കുളി ടൈമാട്ടോ. അപ്പോൾ ഞാൻ ഈ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് കുറച്ച് കാലമായിട്ട് തേക്കുന്നത്. എൻ്റെ മുടിയൊക്കെ പറ്റ കൊഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം, ഈ എണ്ണ വാങ്ങി, നല്ല റേറ്റ് ഉണ്ട് ഇതിനല്ലേ, ഇതുമായി തേച്ചോട് കുടിക്ക് നല്ല മാറ്റം കേട്ടോ മുടിക്ക്. ഇനി ആരെങ്കിലും മുടിയൊക്കെ നല്ലോണം കൊഴിയുണ്ട് എന്ന് തേച്ചിട്ട് മാറില്ല എന്നുള്ളത് ഈ സാധനം തേച്ച് നോക്കിട്ടോ, നല്ല ഇതാണ്. പിന്നെ നല്ല സ്മെല്ലും ഉണ്ട്. എന്തായാലും എനിക്കത് യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ ഞങ്ങൾ ഉപ്പുമാവും ചിക്കനൊക്കെ തിന്നാട്ടോ. അപ്പം എൻ്റെ കുട്ടികൾക്ക് പഴം മുക്കി കൊടുത്ത് തന്നെ വേണം. അങ്ങനെയാണ് നമ്മൾ എന്തൊരു പണി, എത്ര റിസ്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് ഒന്നുമില്ലാണ്ടാക്കി തരും. എന്താ പറയുക, ഒരസാധാക്കി തരും. ഇപ്പം ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവർക്ക് ക്യാരറ്റൊക്കെ അരിഞ്ഞ് അത്രയും പ്രോട്ടീൻസ് കിട്ടിക്കൂടെ വെച്ചിട്ട് നമ്മൾ പച്ചക്കറി അല്ലാതെ കറിയിൽ നിന്ന് എടുത്ത് തിന്നുമ്പോൾ ഒക്കെ അത് പുറത്തേക്ക് കളയും. അപ്പോൾ ഉപ്പുമാവ് കൂടെ നമ്മൾ ഞങ്ങൾ ഇട്ടി കൊടുത്ത് അങ്ങനെ തിന്ന് പോയിക്കോന്ന് വെച്ചിട്ട് അപ്പോഴേക്കൊന്ന് പഴം തന്നെ വേണമെന്ന് വാശി. അപ്പോൾ കണ്ടോ, കുളിയൊക്കെ കഴിഞ്ഞ പൈസ അതിൻ്റെ ഒക്കെ സ്നേഹപ്രകടനങ്ങളാട്ടതൊക്കെ അംഗൻവാടിക്ക് പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പത്തെ സ്നേഹമാണ് കേട്ടത്. അത് കഴിഞ്ഞ ഒരു വിധങ്ങളൊക്കെ മെരുക്കിയെടുത്ത് ഒരുക്കണം അംഗൻവാടിക്ക് പോകാൻ വേണ്ടി. ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര കഥയായിട്ട് ഞങ്ങൾക്ക്. കാരണം ഈ സായിട്ടിന് ശ്രീ ഇടുന്നത് എന്തോ അത് സായിട്ടിന് വേണം. പിന്നെ ശ്രീകുട്ടീനെ ഒരുവിധമൊക്കെ വിട്ട് കൊടുക്കാൻ ശീലിച്ചതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഞാനും ഡ്രസ്സ് ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ജിത്തുവേട്ടനുണ്ട്, പക്ഷെ എന്താ പറയുക, ഇവർക്ക് ഞാൻ തന്നെ വേണം. അംഗൻവാടി ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചെറുത് പുറത്തേക്ക് ഇറങ്ങല്ലേ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. വീടിൻ്റെ പുറത്തിറങ്ങിയാൽ നമ്മൾ ഹാപ്പി ആവില്ലേ. അപ്പോൾ ഇവർ വാശി പിടിക്കുമ്പോൾ ഞാൻ തന്നെ പോട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അംഗൻവാടിയൊക്കെ എത്തി കണ്ടോ, ഒരു കയറാണ്. അപ്പോൾ സായി ശ്രഹിക്കുന്ന അത്ര നിങ്ങൾ സുഖമില്ല കേട്ടോ, അങ്ങനെ നിൽക്കാനും മടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ആദ്യം ഓരോന്നിങ്ങനെ കൂളാക്കി എടുക്കാം കേട്ടോ, എന്നാൽ ഒറ്റയടിക്ക് പോവാലേ അണണിക്കൽ പോകാമല്ലോ. അതേപോലെ തന്നെ സായിട്ടിന് വേറെ ആരെയും കരയണ കണ്ട് സായിട്ടൻ കരയും കേട്ടോ. അപ്പോഴാണ് ഈ സാധനമല്ലേ, ഇതിൻ്റെ പേരെന്താ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഈ സാധനം കണ്ടോ, ശ്രീകുട്ടി അയിമ്മ ഇങ്ങനെ കളിക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇനി സായിനും കൂടി ഇരുത്തിട്ടോ. അതിങ്ങനെ ഞങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട് പോവല്ല അമ്മ. അപ്പോൾ ഞാൻ ഓരോ കാര്യം പറഞ്ഞിട്ട് പോട്ടണേ അമ്മ ഉച്ചയ്ക്ക് വേഗം വരട്ടോ പറഞ്ഞപ്പോൾ സായിട്ട് നമ്മ പോയിക്കോ, ഞാൻ കരയില്ല കേട്ടോ. അപ്പോഴേക്ക് ഹാപ്പി ആയിട്ടോ, കുട്ടികൾ പറഞ്ഞല്ലോ. പിന്നെ വീട്ടിലേക്ക് എത്തി കേട്ടോ, കാശിക്കുട്ടി അപ്പോഴേക്കും വിശന്ന് പൊരിഞ്ഞണം. രാവിലത്തെ കുറുക്ക് കഴിച്ചില്ല, കുറച്ച് അളവ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് കഞ്ഞി അരച്ച് കൊടുത്തു. പിന്നെ എൻ്റെ കലാപരിപാടിയാണ് ഈ കണ്ടത്, കുറേ തിരുമ്പാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തിരുമ്പി പിന്നെ ഇടുത്തിടുക, മഴക്കാറ് കൂടുമ്പോൾ എടുക്കുക തന്നെ ഒരു പണി. ഈ കാശിക്കുട്ടിനെ ഒക്കത്ത് വെച്ചിട്ടാണ് ഈ പണികളൊക്കെ നടക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല പ്രശ്നങ്ങളില്ലേ, മനസ്സിന് ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ കുട്ടികളെ കൂടെ ഇങ്ങനെ കളിച്ചാതില്ലേ, ഭയങ്കര റിലീഫല്ലേ പരിപാടി. ഞാൻ അങ്ങനെ അടിച്ചു. എനിക്ക് അധികം നല്ല സ്ട്രെസ് വരുന്ന സമയത്ത് കാശിക്കുട്ടിനോട് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിരിക്കും. അവൻ്റെ മാന്തലും പിടിക്കലപ്പോൾ കണ്ടോ, എൻ്റെ ഉമ്മയ്ക്കാണ് അവനെ. അപ്പോൾ നമുക്ക് നല്ല മൈൻഡ് കൂളാക്കാൻ പറ്റും. ഏറ്റവും നല്ല മാർഗ്ഗം കുട്ടികളെന്നല്ല, ചെറിയ കുട്ടികളുണ്ടോ, കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആയപ്പോൾ എന്തെങ്കിലും നമ്മൾ അടിക്കും. അപ്പോൾ നമ്മൾ ദേഷ്യം അങ്ങനെയാണ് തീർക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല, അറിയാനിട്ടല്ല. പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ അങ്ങനെ ചെയ്ത് പോവുകയാണ്. പിന്നീട് നമുക്ക് തെറ്റാൻ തോന്നിയാലും പിന്നെ വേഗം പോയി കറി ഉണ്ടാക്കാം കേട്ടോ. കുമ്പളങ്ങയാണ്. അപ്പോൾ കുമ്പളങ്ങൊക്കെ ആദ്യം കുക്കറിൽ വെച്ചിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ട്, പിന്നെ അതിക്ക് തൈരും നാളികേരും കൂട്ടി അരച്ചു, ചെറിയ ജീരകവും. പിന്നെ ഈ വറവ് നെങ്ങാട്ടങ്ങളൊക്കെ ആട്ടുന്നത്. അപ്പോൾ ഇത് മൊത്തം എടുക്കാൻ എന്താ വെച്ചാൽ ഫോൺ ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജിന് വെച്ച സമയത്താണ് ഞാൻ വേഗം കറി ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാ പണിയും ഒരുമിച്ച് നടക്കണമല്ലോ, കാശിക്കൂട്ടനുള്ളതിൻ്റെ ഒക്കത്ത് മോനൊക്കത്തുത്തപ്പോൾ ഈ പണിയൊക്കെ നടക്കണത്. അപ്പോൾ വറവ് ഉണ്ട് കണ്ടോ, കുറച്ച് കടുകും ഉലുവയും ചെറിയ ഉള്ളിയും അതേപോലെ കറിവേപ്പിലും കുറച്ച് വറ്റൽമുളകും കേട്ടോ. കണ്ടോ, ഇവരെടുത്തിട്ടാണ്
പണിയായിരുന്നു. പണ്ട് സായി ശ്രീ ചെറുതായപ്പോൾ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പല പണികൾ എടുക്കുമ്പോഴൊക്കത്തെ മക്കളത് തന്നെ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഒരു തീരെ നിൽക്കുന്നില്ല. ഇപ്പം പിന്നെയും കുറേ ഇരിക്കലും കിടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് വാശിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഏത് സമയം അങ്ങനെ ഇരുത്തുമ്പോഴേ അവർക്ക് തന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ഒക്കത്തെടുത്താണ് തന്നെ ഇവിടെ ഇതൊക്കെ ചെയ്തത്. ഒറ്റ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ കുമ്പളങ്ങ ചെത്തി വേഗം കഴുകിയിട്ടതാണ്. ആ ചെത്തിയ സ്ഥലം നന്നാക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതാക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തു. ഇനി എന്തായാലും വറവ് കേട്ടെ. ഇത് ഒറ്റയടിക്കൽ ഒഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടി കയ്യിലായതുകൊണ്ടേ ഇങ്ങനെ നമുക്ക് മുക്കി മുക്കി നോക്കിയാലേ കഴിയുള്ളൂ. അപ്പോൾ കണ്ടില്ല കുമ്പളങ്കറി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ, കണ്ടാൽ തന്നെ അറിയാമല്ലേ. സ്വയം പുകഴ്ത്തിയല്ലോ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ കൂടെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ചിക്കനൊന്നും നമുക്ക് എന്തെയ്യുന്നില്ല. പിന്നെ ഞാനീ പോകുന്നത് എങ്ങോട്ടറിയോ, കറിവേപ്പില ഉറക്കാനുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ വീട്ടിൽ കറിവേപ്പില ഉണ്ട്. അപ്പോൾ അത് വറക്കേച്ച് പോയതാട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ നോക്കിയിട്ടും കറിവേപ്പില കിട്ടണേ ഇല്ല. എന്താ വെച്ചാൽ കൊമ്പ് പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അവസാനം ആ ചേച്ചിക്ക് സ്റ്റൂൾ തന്നിട്ട് ആ സ്റ്റൂളുമ്പോൾ കയറിട്ടൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടോ. സ്റ്റൂളുമ്പോൾ ഞാൻ കയറുന്ന ചേച്ചി കുറച്ച് താഴ്ത്തി തന്നു. പിന്നെ ഞാൻ കുറച്ചു. അങ്ങനെയൊക്കെയാണ്. കറിവേപ്പില വേണമല്ലേ കറിക്കൊക്കെ. എൻ്റെ വീട്ടിൽ നിന്ന് കറിവേപ്പില കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഒരു എന്താ പറയുക, പച്ചക്കറി കടയത്തെ ആളെന്നെ പറഞ്ഞായിരുന്നു കറിവേപ്പില കിട്ടുകയാണെങ്കിൽ ഫ്രഷ് പറിക്കണം കേട്ടോ, ഒരിക്കലും വാങ്ങരുത്. കാരണം വാടാക്കാൻ വേണ്ടി അത്രയും വിഷയിലുണ്ടാവും. ഞാൻ അയാളോട് ചോദിച്ചത് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ സാധാ കറിവേപ്പില കൊണ്ട് ഇവിടെ കടയിൽ വെച്ചുകൊണ്ട് വെച്ചപ്പോൾ പറയാണ് ഒറ്റ ദിവസം നിൽക്കുള്ളൂ, പിറ്റത്തെ ദിവസത്തേക്ക് വാടിപ്പോകും. അതുകൊണ്ടാണ് വിഷമടിച്ച കറിവേപ്പില മല്ലിയിലൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ വന്നപ്പോഴേക്കും അവർ മിൽക്കും കുടിച്ചിട്ടുള്ള ദിവസം ഇവിടെ പൂർത്തിയായി. താങ്ക് യു.